യുവ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ വിലക്കി ബാർ കൗൺസിൽ. അച്ചടക്ക നടപടി കഴിയുന്നതുവരെ കോടതിയിൽ ഹാജരാകുന്നതിനാണ് വിലക്ക്. യുവ അഭിഭാഷകയെ മർദ്ദിച്ച സീനിയർ അഭിഭാഷകൻ ബെയിലിൻ ദാസിനെ വിലക്കി ബാർ കൗൺസിൽ. അച്ചടക്ക നടപടി കഴിയുന്നതുവരെ കോടതിയിൽ ഹാജരാകുന്നതിനാണ് വിലക്ക്. യുവ അഭിഭാഷകയെ സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ച സംഭവം കേരളീയ സമൂഹത്തിനും അഭിഭാഷക സമൂഹത്തിനും അപമാനമാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഇയാൾക്കെതിരെ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ പോലീസ് നടപടിയെടുക്കണം. സ്ത്രീയായാൽ എന്തുമാകാമെന്ന പ്രവണതയാണ് ഉണ്ടായതെന്നും പെൺകുട്ടിക്ക് നീതി ലഭിക്കുമെന്നും പി സതീദേവി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരളീയ വളരെ അധികം അപമാനം വരുത്തി വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് ഇന്നലെ തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നടന്നിട്ടുള്ളത്. അഭിഭാഷക സമൂഹത്തിന് പ്രത്യേകിച്ച് വളരെയേറെ അപമാനം വരുത്തി വെച്ചിട്ടുള്ള ഈ സംഭവം തീർച്ചയായും ആ അഭിഭാഷകൻ ഇപ്പോഴും നിയമത്തിന്റെ പിടിയിൽ, പോലീസിന്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞുമാറി നടക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും ധാർഷ്ട്യം കാണിച്ചിട്ടുള്ള ഒരു അഭിഭാഷകനെ തീർച്ചയായും പെട്ടെന്ന് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ആവശ്യമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് കടക്കണം. യാതൊരു ദാക്ഷിണ്യവും അത്തരത്തിലുള്ള ഒരാളോട് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. തൻ്റെ ജൂനിയർ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എന്തുമാവാം എന്നുള്ള ആ ഒരു പ്രവണതയാണ്, ഒരു അധീശത്വ മനോഭാവത്തിന്റെ പ്രകടമായിട്ടുള്ള ഒരു രൂപമാണ് ഇന്നലെ ഈ സംഭവത്തിലൂടെ വ്യക്തമായിട്ടുള്ളത്. ആ പെൺകുട്ടിക്ക് നീതി ലഭ്യമാക്കുന്നതിന് വേണ്ടി ഉള്ള എല്ലാ സാഹചര്യവും ഉറപ്പുവരുത്തണം. തിരുവനന്തപുരത്ത് സീനിയർ അഭിഭാഷകൻ ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികരിച്ച് നിയമമന്ത്രി പി രാജീവ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തത് ആയിരുന്നെന്നും കേരളത്തിൽ മുമ്പ് ഇതുവരെ കേട്ടിട്ടില്ലാത്ത സംഭവമാണെന്നും പി രാജീവ് പറഞ്ഞു. ആരെങ്കിലും ഇയാളെ രക്ഷപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത് കേരളത്തിൽ ഇതിനു മുൻപൊന്നും കേട്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ശ്യാമിലിയുടെ കാര്യത്തിൽ വന്നിട്ടുള്ളത്. വളരെ ഗൗരവമായി തന്നെ ഗവൺമെന്റ് കാണുന്നുണ്ട്. കുറ്റവാളിയെ പിടികൂടുന്നതിനാവശ്യമായ നടപടി പോലീസ് സ്വീകരിക്കും. മറ്റു തരത്തിലുള്ള നടപടികൾ ബന്ധപ്പെട്ട സംവിധാനങ്ങൾ വഴി സ്വീകരിക്കാൻ സർക്കാർ ശരിയായ രൂപത്തിൽ ഇടപെടുകയും